പ്രവേശനോത്സവം മുതൽ ഓരോ ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്തിരുന്നു. ആ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഒരുക്കങ്ങൾ മക്കൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ജില്ലാ കലോത്സവം പരീക്ഷ ഉണ്ടായിരുന്നില്ലല്ലോ. കണ്ണൂർ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അവർ വരുമ്പോൾ തുടങ്ങി പറഞ്ഞത് ഭയങ്കര ജഗ്ലിംഗ് ആയിരുന്നു. അതായത് നമ്മളുടെ ഒരു കുറവ് എന്ന് പറഞ്ഞത് HSS കേരള നടനം ബോയ്സ് ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു കുറവായിരുന്നു. അതിനാണ് പെട്ടെന്ന് പാലക്കാട് കുറച്ച് നേരത്തെ കയറിയത്. പ്രതീക്ഷിക്കായിരുന്നു കേട്ടോ. ഇവിടെ DDയുടെ അവിടെ നിന്ന് നല്ല കോർഡിനേഷൻ ആയിരുന്നു. അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വെച്ച് അത് നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതിന്റെ റിസൾട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ്. ഞങ്ങൾ ഇന്ന് പോയെന്ന് വെച്ചായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് വേഗം കൂടെ പോകുന്നു. അല്ല, ഏതാണ് സത്യം പറഞ്ഞാൽ ഏതൊക്കെ ഐറ്റങ്ങളാണ് ഇത്തവണ തൃശ്ശൂർ അപ്രതീക്ഷിതമായി നേടിയത്? അപ്രതീക്ഷിതമായി നേടിയത് ഇപ്പം ഈ അവസാന മത്സരങ്ങളിൽ തന്നെയാണ്. കാരണം നമ്മൾ കോൽക്കളി ഉൾപ്പെടെ നമ്മൾ പ്രതീക്ഷിച്ച ഗ്രേഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അവസാനം ഒരു 5-6 ഐറ്റം വന്നതിലാണ് പ്രതീക്ഷിക്കാണ്ട് അവരാണ് നമ്മളെ ശരിക്കും സന്തോഷമുണ്ടെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് അല്ലേ? കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ കിട്ടുമെന്ന്. ഞങ്ങള് പറയാ കണ്ണൂർ കൊണ്ടുപോയി അല്ലെ പാലക്കാട് കൊണ്ടുപോയി എന്ന് പറഞ്ഞെടുത്തതാണ് തൃശ്ശൂരിന്റെ വലിയ തിരിച്ചു. ലാസ്റ്റ് നിമിഷം വരെ നമുക്ക് ടെൻഷനാണ്. കാരണം എങ്ങാനും പോയിന്റ് മാറുമോ എന്ന ടെൻഷനാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ്. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഭയങ്കര സന്തോഷം. ഇനി എക്സൈറ്റ്മെന്റും അധ്വാനമൊക്കെ അല്ലേ കപ്പുമായിട്ടൊക്കെ പോവല്ലേ അല്ലേ? വൻ സ്വീകരണമായിരിക്കും. ജില്ലാ കലോത്സവം കഴിഞ്ഞിട്ട് 2-3 സബ് ജില്ലകൾ ചേർന്ന് കുട്ടികൾക്ക് ഓറിയന്റേഷൻ നന്നായി നടത്തിയിരുന്നു. നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മളുടെ ഒരു വാശി തന്നെയായിരുന്നു. ഇത്തവണ നമ്മൾക്ക് ഈ സ്വർണ്ണക്കപ്പ് തൃശ്ശൂർക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അത് ഞങ്ങൾ കൊണ്ടുപോകും. വാശിയോടെ വന്നാൽ എന്തും നടക്കുമെന്ന വാശിയോടെ വന്നു കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചു. ഇതാ കപ്പുമായി പോവാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. കണ്ണൂർ കൊണ്ടുപോകും കപ്പെന്ന് കണ്ണൂർ ടീമിന്റെ കൂടെ പറഞ്ഞിരുന്നു. അതിനുശേഷം പാലക്കാട് പോയാൾ പറഞ്ഞു പാലക്കാട് കൊണ്ടു. അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാരണം ഇല്ല, തൃശ്ശൂർ കൊണ്ടുപോകും. എന്റെ പിള്ളേർ കപ്പ് തൃശ്ശൂരിനായി ഉറച്ചു നിന്ന സാധനയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനം പരിഗണിക്കണം. തുടക്കത്തില് പറഞ്ഞ പോലെ സ്ലോ ആയിരുന്നു. പക്ഷെ ഒരു 4-ാം തീയതി ആയ സമയത്ത് നമുക്ക് ഒരു പ്രതീക്ഷ വെക്കുന്ന രീതിയിൽ വന്നപ്പോ ഞങ്ങൾ വിചാരിച്ചിരുന്നു തൃശ്ശൂർ തന്നെ കൊണ്ടുപോകും. നമ്മള് ഈ കലോത്സവത്തിൽ ഇവരുടെ കലോത്സവ ഓർമ്മകൾ കൂടെ ഒന്ന് ചോദിച്ചാൽ ഇവരാരെങ്കിലും കലോത്സവത്തിൽ പോയിട്ടുണ്ടോ അറിയട്ടെ? നിങ്ങൾ ആരെങ്കിലും കലോത്സവത്തിൽ പങ്കെടുത്തോ? ടീച്ചർ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. കലോത്സവം പങ്കെടുത്തിട്ടുണ്ടോ? ജില്ലാ മത്സരം പങ്കെടുത്തിട്ടുണ്ട്. അന്ന് നമുക്ക് മീഡിയ അത് തിരുവാതിരക്കളി, മാർഗംകളി, ടീച്ചറൊന്നും ഒരു പാട്ട് കൂടെ പാടാൻ എനിക്ക് തോന്നല്ലേ പിള്ളേർ വരുമ്പോഴത്തേക്കും ലളിതഗാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആണോ? ടീച്ചർക്ക് എന്തായാലും ടീച്ചേഴ്സിന്റെ അധ്വാനം. ഈ തൃശ്ശൂരിന്റെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നതിനൊപ്പം തന്നെ പാലക്കാടിന്റെ ആ സങ്കടത്തിൽ നമ്മൾ പങ്കുചേരുന്നു. കാരണം ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ നിങ്ങൾ കൂടി പങ്കുചേരുന്നു. ഞങ്ങൾ കൂടി പങ്കുചേരുന്നു. കാരണം കുറച്ച് പോയിന്റിന്റെ വ്യത്യാസത്തിൽ മാത്രം, ചെറിയ പോയിന്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് നമ്മളും പാലക്കാടും തമ്മിൽ ഇങ്ങനൊരു കപ്പിന്റെ പോയിന്റ് വ്യത്യാസത്തിൽ. അത് സ്വാഭാവികമായിട്ട് ഒന്നും വിഷമിക്കേണ്ടതില്ല. കാരണം പോയിന്റ് നിലയിൽ ഞങ്ങൾ ഒരു പോയിന്റ് പിന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. അത് ആ വിഷമം നമ്മൾ അറിയുന്നത് കൊണ്ട് തന്നെ പാലക്കാടുകാരുടെ വിഷമം നമുക്ക് അറിയാം, ശരിക്കും അറിയാം. മറ്റൊന്നും ചിന്തിക്കണേ ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് പാലക്കാടിന്റെ പരാജയത്തിലുള്ള സന്തോഷമൊന്നുമല്ല, പക്ഷെ അവരുടെ വിജയത്തിൽ അങ്ങ് സന്തോഷം പോയെന്നുള്ളൂ. പക്ഷെ പാലക്കാടിന്റെ കുട്ടികൾ മിടുക്കരാണെന്ന് പലവട്ടം തെളിയിച്ചതാണ്. അവർക്ക് ഇനിയും അവസരങ്ങളുണ്ട്. സങ്കടം വേണ്ട. കാര്യം നിങ്ങളും മിന്നാസ് തന്നെയാണ് ഈ വേദിയിൽ അല്ലേ? ഒരു തൃശ്ശൂർ പൂരം കൂടെ ഇവിടെ ഉടനെ നടക്കുന്നതായിരിക്കും. സാധാരണഗതിയിൽ മെയ് മാസത്തിലെ കണ്ടാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ആ സമയത്തിന് മുമ്പ് നമ്മൾ ഇവിടെ നടത്തും ഒരു തൃശ്ശൂർ പൂരം. സ്റ്റുഡിയോയുടെ മുമ്പിൽ അല്പസമയത്തിനകം നമ്മൾ നടത്തുന്നതായിരിക്കും. ഒരു പിള്ളേര് വേണം. പിള്ളേരെവിടെ?